അടുത്തൊരു പഴയ ഒരു കൊട്ടാരം കാണാൻ വേണ്ടി വന്നേട്ടാ. റൂയിൻ്റെ ആണ്, സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും പോയി നോക്കാം. പോകുന്ന വഴിയിൽ അത്യാവശ്യം കാടാട്ടാ. ഒരു കാട്ടിലെ കൂടി വേറൊരു വഴി കണ്ടു നമ്മൾ, പക്ഷേ ലാസ്റ്റ് റോഡില്ല. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് നോക്കിയതാണ്. അട്ട ഉണ്ടാകാനുള്ള ചാൻസുകൾ കാണുന്നു, കാരണം കാടാണ്. ഇടയ്ക്കിടയ്ക്ക് അട്ടേനെ നോക്കുന്നത് നല്ലതാ. ഇല്ല, ഇതുവരെ സേഫാ. നമ്മൾ നല്ല പൈതൽ മലക്കെല്ലാം ട്രെക്ക് ചെയ്യുന്ന ഒരു ഫീൽ കേട്ടോ. നല്ല ഫുൾ കാടാണ്, കംപ്ലീറ്റ് കാട്. വളരെ പക്ഷികളെ കരച്ചിലും ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നും കേൾക്കാനില്ല. അടിപൊളി, എന്ത് രസമാക്കിയ കാണാൻ. ഫുൾ കോട, അടിപൊളി. ഇതിനകത്തൊരു ബേർഡ് പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. ബേർഡ് പാർക്ക് പോകണമെങ്കിൽ 100 റുപ്യ പെർ ഹെഡ്. പാലസ് ആണെങ്കിൽ പൈസ വേണം കേട്ടോ. ഓ നല്ല രസം. സമയം ഇപ്പോൾ ഉച്ചക്ക് 2:30 കേട്ടോ. ഉച്ചക്ക് 2:30 ആരും പറയില്ല, അത്ര രസമുണ്ട്. ഇതാ ബോർഡുണ്ട്, 250 മീറ്റർ ഇനിയും നടക്കാനുണ്ട്. പോയി നോക്കാം. ഇത്ര നല്ല കാട്ടിൻ്റെ ഉള്ളിൽ എന്തിനാ രാജാവ് ഒരു കൊട്ടാരം ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അടിപൊളി കാട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, ഫുള്ള് കോടയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സൂര്യനൊന്നും ഇല്ല, പ്രകാശം ഇങ്ങനെ ഇടയ്ക്ക് അടിയിൽ അടിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അടിപൊളി സ്ഥലം, ലൊക്കേഷൻ അടിപൊളി കേട്ടോ. മരണ വൈബ്, വെറുതെ അല്ല ഇവിടെ കൊട്ടാരം ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ഏകദേശം ആ സ്ഥലത്തിനോട് അടുത്ത് എത്തി കേട്ടോ. പഴയൊരു സ്തൂപം കാണാൻ പറ്റും. വലിയ കുറേ മതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദിസ് മൊണമെൻ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ടു ബി 1958 ഓക്കെ 17th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയത് കേട്ടോ. അത്രയും പഴക്കമുള്ള ഒരു സംഭവമാണ്. ഓക്കെ, പോയി അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടാ. മതിലിൻ്റെ ഒരു വീതി ഉണ്ടോ, നമ്മളെ കണ്ണൂർ കോട്ടയെല്ലാം പോലെ അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലായാലും നല്ല ക്ലൈമറ്റ്. രാജാവ് വെറുതെ അല്ല ഇവിടെ സെറ്റാക്കി. അങ്ങോട്ട് അന്നത്തെ കാലത്തെ സ്തൂപവും അതേപോലെ പണ്ടത്തെ എന്താ പറയുക ഇവിടെ കുത്തിവെച്ചതെല്ലാം കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ഇന്ത്യൻ ഫ്ലാഗൊക്കെ പറക്കുന്നതാണ് കേട്ടോ. നല്ല കോടയുള്ളതുകൊണ്ട് വലിയ വിസിബിലിറ്റി ഒന്നും ഇല്ല, പക്ഷേ നമുക്ക് നല്ല ആശ്വാസമുണ്ട്. ആ ഒരു ഇത്രയും കയറി വന്നതിൻ്റെ ഒരു ക്ഷീണമില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര കോടയാട്ടോ. നല്ല തണുപ്പ്, ഇവിടെ നല്ല കിടന്നുറങ്ങാനാ തോന്നുന്നു. നല്ല അടിപൊളി. കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ നല്ലോണം വരാനുണ്ട്. ശരിക്കും എക്സാക്ട്ലി നല്ല കാടിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടിപൊളിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ, അത് നല്ലൊരു കാര്യമായി. ഒരു കച്ചറിയില്ല, വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതും പ്ലേസ് ഓഫ് വർഷിപ്പാണ്. ഇവിടെ ഒരു 3 നമ്മുടെ ഇതുണ്ട് കേട്ടോ, സ്തൂപങ്ങളുണ്ട്. വളരെ പഴയ സ്തൂപങ്ങൾ. 3 സ്തൂപങ്ങളും വളരെ പഴക്കം ചെന്ന പഴയ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ. അതുപോലെ ഈ കല്ലിലൊക്കെ എന്തൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അന്നത്തെ മതിലിൻ്റെ വീതി കണ്ട എൻ്റെ പൊന്നു, എത്ര ഞാൻ അളക്കണം എന്നറിയില്ല, അത്രയും വലിയ വീതിയില്ല മതിലേട്ടോ. അത്ര വലിയൊരു പാലസ് ഒന്നും ആയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നു. നമ്മുടെ കണ്ണൂർ ഫോർട്ടിന് അത്ര ഒന്നും ഇല്ല കേട്ടോ. ബട്ട് ഇരിക്കുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ്. ഇതൊക്കെ പാർട്ടീഷനായിരുന്നു, ചുമര് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വേറൊന്നുമില്ല.
ഒന്നും കാണാൻ പറ്റുന്നില്ല, നല്ല കോടയാണ്. ഇത്രയൊക്കെ പാകേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നശിച്ചു പോയി. ഉള്ളത് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സംഭവം കൂടെ കാണാനുണ്ട് കേട്ടോ. പണ്ടത്തെ സ്കൾപ്ചറിൻ്റെ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതിനകത്ത് കുറച്ച് പഴയ കാലത്തെ ശില്പങ്ങളുണ്ട്. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോട്ടാം. സ്കൾപ്ചറിൻ്റെ ഷെഡ് ഇത് ക്ലോസ്ഡ് ആട്ടോ. അതിനകത്തൊന്നുമില്ല, കുറേ കാലങ്ങളായിട്ട് ക്ലോസ്ഡാണ്. അതിൻ്റെ വാതിൽ വരില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെല്ലാം വരുമ്പോൾ എസ്വയ്ക്കുമെല്ലാം വരുമ്പോൾ ഇങ്ങോട്ടെല്ലാം വന്നോട്ടോ. നൈസാണ്. ഒരു ചെറിയൊരു വാക്ക്, അതും വരുന്ന വഴിയാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ കാണാനൊന്നുമില്ല, പക്ഷേ വരുന്ന വഴി നല്ല കോടയും ഒരു ഗംഭീര ഫോറസ്റ്റ് ആട്ടോ. നല്ല കല്ലെല്ലാം പാകി അടിപൊളി നടപ്പാതകളാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ച് ഇനി നേരെ ഗാങ്ടോക്കിലേക്ക് കേട്ടോ. ഇനി വേറെ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഗാങ്ടോക്ക് റൂട്ടിൽ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ വിട്ടുവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകട്ടോ. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഹോ ആൾക്കാർ മറ്റേ പ്രാർത്ഥനേൻ്റെ പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ട് ചേട്ടാ. കല്ലെല്ലാം അട്ടി വെച്ചിട്ടുണ്ട്. അതെന്താ എനിക്കറിയില്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് വിട പറയാണ്. ഇനി നേരെ ഗാങ്ടോക്കിലേക്ക് കേട്ടോ. ഗാങ്ടോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടൗൺ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ ഏരിയ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പയ്യെ മൂവ് ചെയ്യാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സിക്കിമിൽ നോർത്ത് പാർട്ട് പോകാൻ പറ്റില്ല എന്നാൽ ഒറ്റൊരു വിഷമം ഉണ്ടായില്ല കേട്ടോ. നോർത്തും കൂടെ കവറാക്കിയാണെങ്കിൽ അടിപൊളിയാണ്. പോകുന്ന വഴിയിൽ നമുക്കൊന്ന് ബെൽറ്റ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് കയറി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗാങ്ടോക്കിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.